ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പച്ചക്കറിത്തോട്ടമൊക്കെ ഇങ്ങനെ വലുതായി വരുന്നുണ്ട് കേട്ടോ. ഇലകളൊക്കെ വന്നു. പിന്നെ എനിക്കും മോൾക്കും ചെറിയ ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അത് കാരണം വോയിസൊന്നും നല്ല ക്ലാരിറ്റി ഇല്ല. ഒരു സുഖമില്ല മൊത്തത്തിൽ. കോൾഡ്, തൊണ്ടവേദന. പക്ഷേ എന്നാലും ജോലിക്ക് പോയാലേ പറ്റുള്ളൂ. അപ്പം ഇന്ന് രാവിലെ നമ്മൾ സാമ്പാറാണ് വെക്കുന്നത്. സാമ്പാറിൽ ഞാനങ്ങനെ കുക്കറിൽ എന്ത് സാധനം വയ്ക്കുമ്പോഴും ഒരു ചെറിയ സ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം വയ്ക്കും. അപ്പം അതിൻ്റെ വിസിൽ വരില്ലേ, വെയിറ്റ് ഇടുമ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നമ്മൾ പരിപ്പൊക്കെ വേവിക്കാനിടുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ എപ്പോഴും ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും വെക്കണം, നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സാമ്പാറാണ് വയ്ക്കുന്നത്. ഞാൻ സാമ്പാറൊക്കെ വെന്തു. അത് താളിക്കുന്ന സമയത്ത് ഞാൻ ഇത്തിരി കായപ്പൊടി ഇടാറുണ്ട്. അപ്പം നല്ല മണമൊക്കെ ഉണ്ടാവും. അതേപോലെ മല്ലിയുടെ ഇലയും ഇടാറുണ്ട്. അപ്പോൾ നല്ല സാമ്പാറാവാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഊണിന് ഉപ്പേരി വെക്കുന്നത് കോവയ്ക്കത്തോരനാണ്. അപ്പോൾ സവോള വാടാനിട്ടതിന് ശേഷം നമ്മൾ പച്ചമുളകും വറ്റൽമുളകും കൂടി ചതച്ചിട്ട് അതിനകത്ത് ഇടണം. അപ്പം അത് നല്ലപോലെ വാടിയതിന് ശേഷം കോവയ്ക്ക് ഇങ്ങനെ വട്ടം അരിയാന്ന് പറയില്ലേ, അതേപോലെയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അരിഞ്ഞത് അതിനകത്തേക്ക് ഇടുകയാണ് കേട്ടോ. അത് നല്ലപോലെ ഇളക്കി മൂടി വെച്ച് ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു സംഭവം കാണിക്കട്ടെ. ഇന്ന് 21 ദിവസം കഴിഞ്ഞിട്ടാ അമ്മ കോഴി വിരിയാൻ വേണ്ടിയിട്ട് ഒരു 10 കോഴിമുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 4 വിരിഞ്ഞില്ല, 6 വിരിഞ്ഞു. 6 സുന്ദരി ഉണ്ട്, ഒരു വെള്ള സുന്ദരി. അതാണ് കേട്ടോ. ബാക്കി എല്ലാവരും ബ്ലാക്കാണേ. ഒരാൾ മാത്രം വെള്ള കോഴിക്കുഞ്ഞ്. അയ്യോ, സോ ക്യൂട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രായത്തിൽ നല്ല നല്ല കാണുമ്പോൾ നമുക്ക് കൊഞ്ചിക്കാൻ തോന്നും. അങ്ങനെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കോവയ്ക്ക നല്ലപോലെ വാടിയിട്ടുണ്ടായിരുന്നു.